ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റ് ഉള്ളൊരു വെണ്ടയ്ക്ക തീയലിൻ്റെ റെസിപ്പിയാണ്. പക്ഷെ തീയലാണെങ്കിൽ നമ്മൾ സാധാരണ തേങ്ങ വറുത്തരയ്ക്കൊന്നും വേണ്ട, തേങ്ങ ചേർക്കാതെയാണ് നമ്മൾ ഈ തീയൽ തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റാണ്. തേങ്ങ വറക്കേണ്ടാത്തത് കൊണ്ട് തന്നെ നല്ല എളുപ്പത്തിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ വേണ്ടത് ഒരു മൺചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ്. മറ്റേതൊക്കെ ഉപയോഗിച്ചാൽ ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇതൊരു നാടൻ റെസിപ്പിയാണ്. ഇപ്പോൾ അതാ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പെരിഞ്ജീരകമാണ്. പെരിഞ്ജീരകം ഇടുമ്പോൾ അത് ഒരു എണ്ണി പറയുകയാണെങ്കിൽ ഒരു 8 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു 6 ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിൽ ഒന്നും കൂടരുത് കേട്ടോ, ഉലുവയും പെരിഞ്ജീരകവും ഒന്നും. പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ സവാളയും പിന്നെ ഒരു 10 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല ഒരു മാഷി പരുവത്തിലാവും വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തേക്കുന്നത്. അത് ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് കൊടുക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഇഞ്ചി ചേർക്കാം. പക്ഷേ എനിക്ക് തീയലിനൊന്നും ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കണില്ല. അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഒരു പച്ചമുളക് അല്ലെങ്കിൽ 2 എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ വെളുത്തുള്ളിയുടെ ഒന്നും അളവ് കൂടി പോകരുത്, കുറച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ആ ഒരു ഫ്ലേവർ മാത്രം കിട്ടിയാൽ മതി. ഒരുപാടായി കഴിഞ്ഞാൽ അതിൻ്റെ ചുവ തന്നെ മുമ്പിട്ട് നിൽക്കും. ഇനി നമുക്കിത് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ തീയാക്കിയിട്ട്. അങ്ങനെ ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് സവാളയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴും തീ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കറിക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. തീയലുകൾക്കൊക്കെ എപ്പോഴും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത് മല്ലിപ്പൊടി ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. എൻ്റെ പച്ചമുളകിന് അത്യാവശ്യം നല്ല എരിവുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ കാശ്മീരിയും മറ്റേ സാധാരണ മുളക് പൊടിയും കൂടിയൊക്കെ മിക്സ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി ഈ പൊടികളെല്ലാം നല്ലപോലെ വഴറ്റി പച്ചമുളകൊക്കെ മാറ്റിയെടുക്കണം. നമ്മളുടെ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത ശേഷം ഞാനിതിലേക്ക് ഒരു പകുതി തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. നമ്മളുടെ കറിക്ക് ഒരു കൊഴുപ്പ് ഇടാൻ വേണ്ടിയാണ് തക്കാളി ആഡ് ചെയ്യുന്നത്. അതും നല്ലതുപോലെ കണ്ടില്ല, ഈ ഒരു മാഷി ആവുന്ന ഒരു പരുവം വരെ വഴന്ന ശേഷം ഇത് നമ്മൾ മൊത്തത്തിലൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൽ നിന്ന് 1 സ്പൂൺ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നല്ലതുപോലെ വെള്ളം തൊടാതെ അരച്ചെടുക്കണം, നല്ല മഷി പോലെ. നമ്മളിപ്പോൾ സവാളയൊക്കെ മാറ്റിയിട്ടുണ്ടോ, ഒരുപാട് അങ്ങ് വടിച്ചെടുക്കണം എന്നില്ല. ഇനി അതിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതാ വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കണം. വെണ്ടയ്ക്ക അധികം ചെറുതാക്കാതെ ഈ ഒരു സൈസിൽ തന്നെ കഷ്ണിച്ച് കൊടുക്കണം, നമ്മൾ സാമ്പാറിലൊക്കെ ഇടുന്ന പോലെ. ഇനി ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു ഞോളപ്പ് പോകും വരെ വഴറ്റിയെടുക്കണം. ഞാൻ വെണ്ടയ്ക്ക കഴുകിയോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം മാതിരി തോന്നിയതുകൊണ്ട് ഞാൻ അരിഞ്ഞ ശേഷം ഒന്നും കൂടി കഴുകി. അതാണ് അതിൽ ഒരുപാട് വെള്ളം പോലെ ഇരിക്കുന്നത്. നിങ്ങൾ നല്ലതുപോലെ കഴുകിയിട്ട് അരിഞ്ഞെടുത്താൽ ഇത്രയൊന്നും ഞോളയ്ക്കത്തില്ല. ഇത് കുറച്ചും കൂടി സമയം വേണ്ടി വരും ഇതൊന്ന് നല്ലപോലെ ഡ്രൈ ആയി കിട്ടാൻ, ആ ഞോളപ്പൊക്കെ പോയി കിട്ടാൻ. അങ്ങനെ ഇതാ വെണ്ടയ്ക്കെല്ലാം വാടി വന്നിട്ടുണ്ട്. അതിലെ വെള്ളവും ആ ഉള്ളിലെ ഞോളപ്പും ഒക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ ഈ വെണ്ടയ്ക്ക് വഴറ്റിയെടുക്കാൻ. കാരണം ഇത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി, അല്ലാതെ അതിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് കുറച്ച് 1 സ്പൂണൊക്കെ ഒഴിച്ചാൽ മതിയാവും. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളുടെ തീയലിന് എന്തോരം ഗ്രേവി വേണം അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഒരുപാട് അങ്ങ് ലൂസായി കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഇത് കഴിക്കാൻ നല്ലത്. ഞാനിവിടെ ഏകദേശം 1 കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചവെള്ളം ഒഴിക്കണേലും നല്ലത് തിളച്ച വെള്ളം തന്നെ ഒഴിക്കുന്നതാണ്. കാരണം പച്ചവെള്ളം ഒഴിച്ചാൽ ആ ചവ് തന്നെ മുമ്പിട്ട് നിൽക്കും. ഇപ്പോൾ അതാ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന സവാളയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ സവാളയുടെ കൂട്ട് അരയ്ക്കുന്നതിന് മുമ്പ് 1 സ്പൂണൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ലാസ്റ്റ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ആ സവാളയൊക്കെ ഇടയ്ക്ക് ഒന്ന് നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നിങ്ങൾ അരച്ചു പോകുന്ന രീതി കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. ഇത് നമ്മൾക്ക് വറുത്തരച്ച തീയലിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. തേങ്ങ പക്ഷെ നമ്മൾ ഉപയോഗിക്കണില്ല. തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഈ ഒരു സാഹചര്യത്തിലേക്ക്. അതുപോലെ തന്നെ
തേങ്ങ വറുത്തെടുക്കുന്നത് കുറച്ച് സമയം പോകുന്ന പരിപാടിയുമാണ്. തേങ്ങ നല്ലപോലെ വറുത്തെടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൈവിടാതൊക്കെ ഇളക്കി കൊടുത്ത് സമയമെടുക്കും. അപ്പോൾ അതൊന്നും വേണ്ട, എന്നാൽ ഏകദേശം അതിനോട് കിടപിടിക്കുന്ന ടേസ്റ്റുമാണ് ഇതിനുള്ളത്. പിന്നെ നമ്മളിതിൽ കുടംപുളിയൊക്കെ ഇടുന്നതുകൊണ്ട് വേണമെങ്കിൽ നമ്മൾക്കൊരു തട്ടിക്കൂട്ട് മീൻകറി എന്നൊക്കെ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യാം, മീനൊന്നും കിട്ടിയില്ലെങ്കിൽ. ഇപ്പോൾ ഇത് ഞാൻ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കഷ്ണത്തോളം കുടംപുളിയാണ്. ചിലർ ഇതിന് വാളംപുളി ഉപയോഗിക്കും, പക്ഷേ ഞാൻ എപ്പോഴും തീയലിന് കുടംപുളിയാണ് ഉപയോഗിക്കാറ്. പിന്നെ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കറി നല്ലതുപോലെ തിളയ്ക്കാൻ ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട്. അങ്ങനെ നമ്മളുടെ കറിയൊക്കെ നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളുടെ ഗ്രേവി എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ കടുക് വറക്കണം. ഇനി ഇതിലേക്ക് കടുക് വറക്കണം എന്ന് വലിയ നിർബന്ധമൊന്നുമില്ല കേട്ടോ, കാരണം നല്ലപോലെ എണ്ണയുണ്ട് ഇപ്പോൾ കറിയിൽ. ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണയിലാണ് സവാള വഴറ്റിയത്. പിന്നെ എനിക്ക് ആ കടുക് വറക്കുമ്പോൾ ആ ഉള്ളി മൂപ്പിച്ചത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കടുക് വറക്കുന്നത്. കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടിക്കുക. അതിനുശേഷം ഉള്ളി, പിന്നെ വേപ്പില, വറ്റൽമുളക് ഇഷ്ടമാണെങ്കിൽ വറ്റൽമുളക് എല്ലാം ചേർത്തിട്ട് ഇത് നല്ലൊരു ബ്രൗൺ നിറമാകും വരെ ഇളക്കി മൂപ്പിക്കണം. എന്നിട്ട് കറിയിലേക്ക് സാധാ മാതിരി താളിച്ചു കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ കയ്യിൽ വറ്റൽമുളകില്ല. അപ്പോൾ ഇത് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറി. ചോറിൻ്റെയും ചപ്പാത്തിയുടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ നല്ലതാണ്. ചോറിൻ്റെ കൂടെ ഇതിന് കോമ്പിനേഷനായിട്ട് തൈരോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങയും മീനും ഒന്നും കിട്ടാത്ത അവസരത്തിൽ ഇതുപോലുള്ള കറികളൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുക. താങ്ക് യു.